ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മളെല്ലാവരും ഒരു നേരം മാത്രം അരിഭക്ഷണം കഴിച്ച് ബാക്കി 2 നേരവും ഗോതമ്പോ അതല്ലെങ്കിൽ പഴവർഗ്ഗങ്ങളോ ഒക്കെ കഴിച്ച് ഒരിക്കലായിട്ടിരുന്ന് നാളത്തെ ഏകാദശിക്കായിട്ട് തയ്യാറെടുത്ത് കഴിഞ്ഞു. ഇനി നാളെ 20-ാം തീയതി ഫാൽഗുണ മാസത്തിലെ ശുക്ലപക്ഷത്തിലെ ഏകാദശിയാണ്. ഈ ഏകാദശിയെ അംല ഏകാദശി അല്ലെങ്കിൽ അംലാക്കി ഏകാദശി എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഇത് തിരുനാവായ ഏകാദശിയായിട്ടാണ് ആചരിക്കുന്നത്. മഹാവിഷ്ണുവിൻ്റെ 108 ദേശങ്ങളിലൊന്നായ തിരുനാവായ നാവാമുകുന്ദ ക്ഷേത്രത്തിൽ ഈ ഏകാദശി വലിയ വിശേഷമാണ്. ഈ ദിവസം, അതായത് ഈ ഏകാദശി ഈ ദിവസത്തിൽ ഭഗവാൻ മഹാവിഷ്ണു നെല്ലിമരത്തിൽ വസിക്കുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ നെല്ലിമരത്തെ പൂജിക്കുന്നത് വലിയ വിശേഷമാണ്. മഹാശിവരാത്രി കഴിഞ്ഞ് ഹോളിക്ക് മുമ്പായിട്ടാണ് ഈ ഏകാദശി വരുന്നത്. ഈ ഏകാദശി അനുഷ്ഠിച്ച് വ്രതാനുഷ്ഠാനത്തോടു കൂടി അനുഷ്ഠിച്ച് പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടകാര്യസിദ്ധി, ആയുരാരോഗ്യ സൗഖ്യങ്ങൾ, സമ്പൽ സമൃദ്ധി, ശത്രുദോഷം തുടങ്ങിയ നിരവധിയായ ഭാഗ്യാനുഭവങ്ങൾ, എല്ലാ കാര്യങ്ങൾക്കുമുള്ള വിജയം. അത് നമ്മൾ കഴിഞ്ഞ ദിവസം ആ കഥ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട്. പാപമുക്തി, മോക്ഷം, ഇങ്ങനെയുള്ള ഒരുപാട് ഫലങ്ങളാണ് ഈ ഏകാദശി നമുക്ക് തരുന്നത്. പ്രാർത്ഥനയാണ് മുഖ്യം. അങ്ങനെ ഈ ഏകാദശി കേരളത്തിൽ തിരുനാവായ ഏകാദശി എന്ന് അറിയപ്പെടുന്നു. അംല ഏകാദശി എന്നാണ് പൊതുവെ ഈ ഏകാദശിയെ ഭാരതത്തിൽ അറിയപ്പെടുന്നത്. അംല എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ലിക്ക, നെല്ലിമരത്തിൽ ഭഗവാൻ ഈ സമയത്ത് വസിക്കുന്നുവെന്നാണ് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിൽ നെല്ലിമരമുണ്ടെങ്കിൽ ആ നെല്ലിമരത്തിൻ്റെ ചുവടൊക്കെ നന്നായി തൂത്ത് വൃത്തിയാക്കി നമ്മൾ നാളെ രാവിലെ നെല്ലിമരത്തിൻ്റെ ചുവട്ടിൽ ഒരു മൺചിരാത് വെച്ച് നെയ്ദീപം കത്തിക്കുന്നത് വളരെ വിശേഷമാണ്. അതുപോലെ പാല്, നമ്മുടെ ഒരു പാത്രത്തിൽ പാലെടുക്കുക, എന്നിട്ട് അതിനകത്തേക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചിട്ട്, അപ്പം പാലിപ്പോൾ അത്രയും ഒഴിക്കാനായിട്ട് നമ്മുടെ ഈ കാണില്ലല്ലോ, ഇനി ഉണ്ടെങ്കിൽ പാലായിട്ട് തന്നെ ഒഴിക്കാം. അതല്ല, സാധാരണക്കാരാണെങ്കിൽ നമ്മൾ ഒരു ഗ്ലാസ് പാലും ഒരു 2-3 ഗ്ലാസ് വെള്ളവും കൂടി ഒഴിച്ച് ഒരു പാത്രത്തിലെടുക്കുക. പാലായിട്ട് ഒഴിക്കാൻ പറ്റുന്നെങ്കിൽ നിങ്ങൾ അങ്ങനെ തന്നെ ഒഴിച്ചോളൂ, അതിലൊന്നും ദോഷമില്ല. മറ്റേത് ഞാൻ ഒരു കാര്യം പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ അത് നമ്മൾ കുറേശ്ശെ ആദ്യം നമ്മൾ ഇതിൻ്റെ ചുറ്റിനും നമ്മൾ വലത്ത് വെച്ച് 3 തവണ വലത്ത് വെച്ച് നമ്മൾ ഈ ജലം, ഈ പാല് നെല്ലിമരത്തിന് ഒഴിച്ചു കൊടുത്ത് നമ്മൾ ഈ നെല്ലിമരത്തിനെ ചുവട്ടിൽ വിളക്കൊക്കെ കത്തിച്ചു വെച്ച് പൂക്കളൊക്കെ സമർപ്പിച്ച് നെല്ലിമരത്തിനെ പൂജിക്കുന്നത് വലിയ വിശേഷമാണ്. നെല്ലിമരത്തിന് പാലൊഴിച്ചിട്ട് വേണം നമ്മൾ പ്രാർത്ഥിക്കുന്നതിനായിട്ട്. 3 തവണ നെല്ലിമരത്തിനെ വലത്ത് വെച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. അതല്ല, നമ്മുടെ വീട്ടിൽ നെല്ലിമരം ഇല്ലെങ്കിൽ നമ്മൾ നെല്ലിക്ക കൊണ്ട് നമുക്ക് നെല്ലിക്ക ദീപം കത്തിക്കാം. അത് ഞാൻ ഇത് കഴിഞ്ഞിട്ടുള്ള അടുത്ത വീഡിയോ ആയിട്ട് ഇന്ന് തന്നെ ഇടാം, എങ്ങനെയാണ് നെല്ലിക്ക ദീപം കത്തിക്കേണ്ടതെന്ന്. ഇനി അതല്ല, നമുക്ക് നെല്ലിമരവും നെല്ലിക്കായും ഒന്നും നമ്മുടെ കയ്യിലില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക? ഭഗവാനെ മനസ്സറിഞ്ഞ് പ്രാർത്ഥിക്കുക, ഭഗവാന്റെ അഷ്ടോത്തരം ജപിക്കുക. അതുപോലെ തന്നെ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം 108 തവണ ജപിക്കുക. ഭഗവാന്റെ സഹസ്രനാമങ്ങൾ ജപിക്കുക. ശ്രീരാമനാമങ്ങൾ ജപിക്കുന്നത് വലിയ വിശേഷമാണ്. ശ്രീരാമ സഹസ്രനാമങ്ങൾ ജപിക്കുന്നത് വളരെ വിശേഷമാണ്. ശ്രീനാമ അഷ്ടോത്തരം ജപിക്കുന്നത് ഇന്നേ ദിവസം വലിയ വിശേഷമാണ്. ഇതൊക്കെയാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇനി നിങ്ങൾക്ക് സ്ഥലമുണ്ടെങ്കിൽ നിങ്ങൾ ഇനി കടയിലൊക്കെ പോകുമ്പോൾ, നഴ്സറിയിലൊക്കെ പോകുമ്പോൾ ഒരു നെല്ലിമരം മേടിച്ച് നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് നടുന്നതിനായിട്ട് ശ്രദ്ധിക്കുക. നമ്മൾ തുളസിച്ചെടി എങ്ങനെയാണോ സൂക്ഷിക്കുന്നത് അതേപോലെ തന്നെ പരിശുദ്ധമായിട്ട് ഈ നെല്ലിമരം സൂക്ഷിക്കണം. കാരണം ഭഗവാന്റെയും മഹാലക്ഷ്മിയുടെയും അനുഗ്രഹം ധാരാളമായുള്ള ഒരു ചെടിയാണ് ഈ നെല്ലിമരം എന്ന് പറയുന്നത്. നെല്ലിക്ക ദീപം കത്തിക്കും വ്യാഴാഴ്ച ദിവസം. ഭാരതത്തിൽ ഒരുപാട് സ്ഥലങ്ങളിൽ നെല്ലിക്ക ദീപം കത്തിക്കാറുണ്ട്. കാരണം സാമ്പത്തികമായി ദുരിതം അനുഭവിക്കുന്നവർ നമ്മൾ ഒരു 21 ദിവസം 41 ദിവസമൊക്കെ നെല്ലിക്ക ദീപം കത്തിക്കാറുണ്ട്. അത് വലിയ വിശേഷമാണ്. എങ്ങനെയാണ് കത്തിക്കേണ്ടതെന്ന് അടുത്ത വീഡിയോയിൽ ഞാൻ പറയാം. ഇന്ന് തന്നെ ഇടാം ആ വീഡിയോ. അങ്ങനെ നിങ്ങൾ ചെയ്യുക, അല്ലെങ്കിൽ നമ്മൾ പ്രാർത്ഥിക്കുക. ഇതാണ് ചെയ്യേണ്ടത്. ഇനി പാരണ സമയമാണ് ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. അതായത് മാർച്ച് 21-ാം തീയതി രാവിലെയാണ് പാരണ സമയം. എല്ലായിടത്തെയും ഞാൻ ഓരോരോ സ്ഥലങ്ങളിലെ പറയാം, നിങ്ങൾ എഴുതിയെടുത്തോളൂ. കേരളത്തിൽ 8:58 AM to 10:28 AM മാർച്ച് 21-ാം തീയതി എല്ലായിടത്തെയും അതാണ് പറയുന്നത്. 8:58 മുതൽ 10:28 വരെ കേരളത്തിൽ. ഇനി ഡൽഹിയിൽ 8:58 മുതൽ 10:27 വരെ.
തമിഴ്നാട് 8:58 മുതൽ 10:15 വരെ. ബാംഗ്ലൂർ 8:58 മുതൽ 10:25 വരെ. തെലങ്കാന 8:58 മുതൽ 10:22 വരെ. മധ്യപ്രദേശ് 8:58 മുതൽ 10:26 വരെ. ഗുജറാത്ത് 8:58 മുതൽ 10:55 വരെ. മഹാരാഷ്ട്ര മുംബൈ 8:58 മുതൽ 10:44 വരെ. ഇനി ദോഹ ഖത്തർ 6:28 മുതൽ 9:40 വരെ. മാർച്ച് 21-ാം തീയതി രാവിലെ ദോഹ ഖത്തർ 6:28 മുതൽ 9:40 വരെ. കുവൈറ്റ് 6:28 മുതൽ 9:54 വരെ. അബുദാബി 7:28 മുതൽ 10:28 വരെ. ദുബായ് 7:28 മുതൽ 10:25 വരെ. സൗദി അറേബ്യ 6:28 മുതൽ 9:59 വരെ. ബഹ്റിൻ 6:28 മുതൽ 9:43 വരെ. ഒമാൻ മസ്കറ്റ് 7:28 മുതൽ 10:12 വരെ. ഷാർജ 7:28 മുതൽ 10:24 വരെ. ഇനി സാംബിയ 6:11 മുതൽ 10:13 വരെ. പിന്നെ മാലിദ്വീപ്സ് 8:28 മുതൽ 10:12 വരെ. അമേരിക്ക 7:09 മുതൽ 11:13 വരെ. ഇത്രയാണ് നമ്മൾ 21-ാം തീയതിയിലെ പാരണ സമയങ്ങൾ. ഇനി 22-ാം തീയതി പാരണ വീടുന്ന ചില സ്ഥലങ്ങളുണ്ട്. അതായത് 21-ാം തീയതി ഏകാദശി എടുക്കുന്നത് ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞിരുന്നു. ആ സ്ഥലങ്ങൾ നമ്മൾ സിംഗപ്പൂർ, ജർമ്മനി, UK, ഓസ്ട്രേലിയ. അവിടെ ഓസ്ട്രേലിയയിലെ പാരണ സമയം മാർച്ച് 22-ാം തീയതി 7:08 മുതൽ രാവിലെയാണ്. 7:08 മുതൽ 10:14 വരെ. ഓസ്ട്രേലിയയിലേത് 7:08 മുതൽ 10:14 വരെ. മാർച്ച് 22-ാം തീയതിയാണ് പാരണ സമയം 7:08 മുതൽ 10:14 വരെ. പിന്നെ ഒരു സ്ഥലമെന്ന് പറയുന്നത് സിംഗപ്പൂരാണ്. സിംഗപ്പൂരിലെ പാരണ സമയമെന്ന് പറയുന്നത് ഇതുപോലെ തന്നെ മാർച്ച് 22-ാം തീയതി 7:08 മുതൽ 7:14 വരെ. സിംഗപ്പൂരിലേത് 7:08 മുതൽ 7:14 വരെ. പിന്നെ മറ്റൊരു സ്ഥലം ജർമ്മനിയാണ്. ജർമ്മനിയിലെ പാരണ സമയം 6:03 മുതൽ 10:10 വരെയാണ്. 6:03 മുതൽ 10:10 വരെ. പിന്നെ ഒന്നുള്ളത് UK-യിലെ പാരണ സമയം 5:58 മുതൽ 10:04 വരെ. അപ്പം ഇത്രയാണ് നമ്മൾ സ്ഥിരമായി പറയുന്ന സ്ഥലങ്ങളിലെ പാരണ സമയങ്ങൾ. മറ്റേതെങ്കിലും സ്ഥലങ്ങളിൽ ആളുകൾ കണ്ടിട്ട് അവർക്ക് അറിയണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി, ഞാൻ പറഞ്ഞു തരാം. ഇതാണ് ചെയ്യേണ്ടത്. അപ്പോൾ പാരണ സമയങ്ങൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ പാരണ സമയത്ത് കൃത്യമായി തന്നെ പാരണ വീടുക. അടുത്ത വീഡിയോയിൽ ഞാൻ വഴിപാടുകളും ആഹാര രീതികളും പ്രാർത്ഥനകളുമെല്ലാം ഒന്നും കൂടെ വിശദമായിട്ട് പറഞ്ഞു തരാം. നിങ്ങൾ അതും കൂടെ കാണണം. അതുപോലെ തന്നെ ഹരിവാസര സമയം. ഹരിവാസര സമയത്ത് പ്രത്യേകം പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. കാരണം ശ്രീഹരി വിഷ്ണുവിൻ്റെ സാന്നിധ്യം ഭൂമിയിലുള്ള സമയത്തെയാണ് ഹരിവാസര സമയമെന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ ഹരിവാസര സമയത്ത് പ്രത്യേകിച്ച് നമ്മൾ ഭക്തിയോട് കൂടി ഇരുന്ന് പ്രാർത്ഥിക്കുക. ആ സമയത്ത് നമ്മൾ വ്രതം മുറിക്കാൻ പാടില്ല ഒരു കാരണവശാൽ. കാരണം നമ്മൾ എങ്ങനെയാണോ വ്രതം അനുഷ്ഠിച്ച് വന്നിരിക്കുന്നത്, രാവിലെ മുതൽ ഏത് രീതിയിലാണോ നമ്മൾ വ്രതം എടുത്തിരിക്കുന്നത്, ആ വ്രതാനുഷ്ഠാനത്തിൻ്റെ രീതിക്ക് യാതൊരു തരത്തിലും മാറ്റമുണ്ടാക്കാൻ പാടില്ല. ഇപ്പം ജലം കുടിച്ചിരിക്കുന്നവരാണെങ്കിൽ ജലം കുടിച്ച് തന്നെ ആ സമയത്ത് നിങ്ങൾക്ക് ജലം കുടിച്ചുകൊണ്ടിരിക്കാം ഈ ഹരിവാസര സമയത്ത്. കാരണം രാവിലെ മുതൽ നിങ്ങൾ ആ രീതിയിലാണ് അനുഷ്ഠിച്ച് വന്നിരിക്കുന്നത്. ഇനി പഴവർഗ്ഗങ്ങൾ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഹരിവാസര സമയത്തും നിങ്ങൾക്ക് പഴവർഗ്ഗങ്ങൾ കഴിക്കാം. കാരണം നിങ്ങൾ ആ രീതിയിലാണ് അനുഷ്ഠിച്ച് വന്നിരിക്കുന്നത്. പക്ഷേ ഒരു വ്യത്യാസം വരുത്തരുത്. രാവിലെ മുതൽ ഈ ഹരിവാസര സമയത്ത് തൊട്ട് മുമ്പ് വരെ ആഹാരം കഴിക്കാതെ അല്ലെങ്കിൽ വെള്ളം പോലും കുടിക്കാതെ ഇരുന്നാണ് നിങ്ങൾ വ്രതം എടുക്കുന്നതെങ്കിൽ ഈ ഹരിവാസര സമയത്തും യാതൊരു കാരണവശാലും വെള്ളം കുടിക്കാനോ ആഹാരം കഴിക്കാനോ പാടില്ല. അതായത് എങ്ങനെയാണോ നിങ്ങൾ എടുത്തു വന്നിരുന്നത് അത് നിങ്ങൾക്ക് ഹരിവാസര സമയത്ത് കണ്ടിന്യൂ ചെയ്യാം. ഒരു മാറ്റം വരുത്താൻ പാടില്ല. അതാണ് ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഹരിവാസര സമയം രാത്രിയിലാണ്. അതായത് ഏകാദശി ദിവസം രാത്രിയിൽ 7:55 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെ. അപ്പോൾ എപ്പോഴാണ്? പൂർണ്ണമായും രാത്രി സമയത്താണ് ഹരിവാസര സമയം. അതുകൊണ്ട് ആരോഗ്യമുള്ളവരെല്ലാവരും പറ്റുന്നവരെല്ലാവരും ഉറക്കമളച്ചിരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുന്നത് വലിയ വിശേഷമാണ്. നമുക്ക് വലിയ ദോഷങ്ങളും ഒക്കെ ഉള്ളവരാണെങ്കിൽ പറ്റുന്നെങ്കിൽ, നിങ്ങളുടെ ആരോഗ്യം അനുവദിക്കുന്നെങ്കിൽ ഉറങ്ങാതിരുന്ന് ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിക്കുക. അതല്ല ഈ സമയത്ത്
കുറച്ച് സമയമെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യുക, ഭഗവാനെ വിളിച്ച് 7:55 മുതൽ നമുക്ക് പറ്റുന്ന അത്രയും സമയം ഭഗവാനെ വിളിച്ച് പ്രാർത്ഥിച്ചിട്ട്, പിന്നെ നമുക്ക് അസുഖമൊക്കെ ഉണ്ട്, നമുക്ക് പിറ്റേ ദിവസം ജോലിക്കൊക്കെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ച് നേരം ഉറങ്ങിക്കോളൂ. കാരണം നമ്മുടെ ആരോഗ്യം നമ്മൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ വിഷയമാകും. പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കുക, പിറ്റേ ദിവസം 7 മണിക്ക് മുമ്പ് തന്നെ നിങ്ങൾ വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണം. പക്ഷേ പാരണ വീടുന്നത് എപ്പോഴാണ്? അതിന് ശേഷമാണ്, 8 മണിക്ക് ശേഷമാണ് നമ്മൾ മിക്ക സ്ഥലങ്ങളിലും പാരണ വീടുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ കുവൈറ്റിലൊക്കെ ഉള്ളവർ 6:28, അപ്പോൾ ആ 6:28 സമയത്ത് നിങ്ങൾ പാരണ വീടണം. കേരളത്തിലുള്ളവരാണെങ്കിൽ ഈ 7 മണിക്ക് മുമ്പ് വിളക്ക് കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കണമെന്ന് വെച്ചാൽ പ്രാർത്ഥിക്കുക മാത്രമേ ആകാവൂ. പക്ഷേ തീർത്ഥം കുടിച്ച് പാരണ വീടരുത്. പാരണ വീടേണ്ടത് ആ പ്രത്യേക സമയത്ത് തന്നെ ആയിരിക്കണം. അതുപോലെ തന്നെ ഈ കുവൈറ്റിലെ കാര്യം പറഞ്ഞവർക്ക് 6:28 അവരുടെ പാരണ വീടുന്ന സമയമാണ്. 6:28 മുതൽ 9:54 വരെ. അവരുടെ ഹരിവാസര സമയം അവസാനിക്കുന്നത് ഏകദേശം ഒരു 4 മണിയോടുകൂടി അവരുടെ ഹരിവാസര സമയം അവസാനിക്കും. അതുകൊണ്ട് വെളുപ്പിനെ എഴുന്നേറ്റ് ആ സമയത്തൊന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നെങ്കിൽ വലിയ വിശേഷമാണ്. പക്ഷേ പാരണ സമയം ഈ സമയത്താണ്. ആ സമയത്ത് മാത്രമേ തീർത്ഥം കുടിച്ച് പാരണ അവസാനിപ്പിക്കാവൂ. അതാണ് ചെയ്യേണ്ടത്. ഹരിവാസര സമയം ഞാൻ ഒന്നും കൂടെ പറയാം. ആ സമയത്ത് വിശേഷാൽ നമ്മൾ പ്രാർത്ഥിക്കുന്നത് വലിയ ഫലത്തെ പ്രദാനം ചെയ്യും. രാത്രി 7:55 മുതൽ, അതായത് നാളെ രാത്രി 7:55 മുതൽ പിറ്റേന്ന് രാവിലെ 7 മണി വരെയുള്ള സമയം. ആ സമയം നന്നായി പ്രാർത്ഥിക്കുക, പരമാവധി സമയം ജപിക്കുക, വിളക്ക് കത്തിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. കുറച്ച് ആളുകൾ കൂട്ടായിരുന്നാണ് ഏകാദശി എടുക്കുന്നതെങ്കിൽ അങ്ങനെ ഒന്നിച്ചിരുന്ന് നാമമൊക്കെ ചൊല്ലി നമ്മൾ കഥയൊക്കെ പറഞ്ഞ് ഇരിക്കാവുന്നതാണ്. അതല്ല നമുക്ക് ഉറങ്ങണമെങ്കിൽ ഉറങ്ങിക്കോളൂ. പക്ഷേ രാത്രിയിലൊന്ന് നന്നായി ഒന്ന് പ്രാർത്ഥിച്ച് കുറച്ച് സമയം ഇരുന്ന് ഈ സമയത്തൊക്കെ, അതായത് ഒരു 7:55 കഴിഞ്ഞിരിക്കുന്ന സമയത്തൊക്കെ ഒന്ന് പ്രാർത്ഥിക്കുക. ജോലിയിലൊക്കെ നൈറ്റ് ഡ്യൂട്ടി ആയിട്ടുള്ള ആളുകൾ, നേഴ്സുമാരൊക്കെ ആണെങ്കിൽ അവർക്ക് പറ്റും. കാരണം അവർ രാത്രിയിൽ ഉറങ്ങാതിരിക്കുകയാണല്ലോ. അപ്പോൾ അവരെന്ത് ചെയ്യുക, രാത്രി മുഴുവൻ ഇരുന്ന് ഭഗവാനെ അങ്ങ് പ്രാർത്ഥിച്ചോളൂ. വലിയ വിശേഷമാണ്. ഒരുപാട് അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഭഗവാൻ തരും. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. ഇനി ഇന്ന് തന്നെ ഞാൻ മറ്റൊരു വീഡിയോയും കൂടെ ഇടാം. ആ വീഡിയോയും കൂടെ നിങ്ങൾ കാണണം. അതിൽ നമ്മൾ നെല്ലിക്കാ ദീപം കത്തിക്കുന്നതും പ്രാർത്ഥനയുടെ കാര്യങ്ങളും ആഹാര രീതികളും ഞാൻ വിശദമായിട്ട് ഒന്നും കൂടെ പറയാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ഇട്ട് ചോദിക്കൂ. അതിനും കൂടെ ചേർത്ത് ഞാൻ അടുത്ത വീഡിയോയിൽ മറുപടി പറയാം. എല്ലാവരെയും ഭഗവാൻ അനുഗ്രഹിക്കട്ടെ. എല്ലാവരും നന്നായി പ്രാർത്ഥിക്കുക. എല്ലാ ഏകാദശികളും എടുക്കുക. വളരെ വിശേഷപ്പെട്ട ഏകാദശിയാണ് അംല ഏകാദശി, അല്ലെങ്കിൽ കേരളത്തിലാണെങ്കിൽ തിരുനാവായ ഏകാദശി. ഹരേ കൃഷ്ണ.